നന്ദു, ഞാൻ പറഞ്ഞതല്ലേ കരയരുതെന്ന്. നമ്മുടെ നല്ലൊരു ജീവിതം അത് കരഞ്ഞുകൊണ്ട് ആരംഭിക്കണോ? അവൻ അവളുടെ മുഖം കൈകളിൽ എടുത്തുകൊണ്ട് ചോദിച്ചു. എനിക്ക് ആഗ്രഹമുണ്ട് വിച്ചേട്ട, കരയരുതെന്ന്. പക്ഷേ എനിക്ക് പറ്റുന്നില്ല. അവൾ വിതുമ്പുന്ന ചുണ്ടുകളോടെ അവനോട് പറഞ്ഞു. സാരമില്ല നന്ദു, ഒരു കാര്യം ചെയ്, പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വാ, അപ്പോൾ എല്ലാം ശരിയാകും. അവൻ ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി. അവൾ കുളിച്ചിറങ്ങിയപ്പോഴേക്കും ജീവനെ അവിടെ എങ്ങും കണ്ടില്ല. അപ്പോഴാണ് താഴെ അടുക്കളയിൽ എന്തോ പാത്രങ്ങളുടെ ശബ്ദം കേട്ടത്. അത് കേട്ടതും അവൾ താഴേക്കിറങ്ങി. നന്ദു അടുക്കളയിലേക്ക് ചെന്നു. ഒരു നൈറ്റ് ഡ്രസ്സാണ് വേഷം. അവൻ്റെ താലി കഴുത്തിൽ കിടപ്പുണ്ട്. ഇട്ടിരുന്ന കമ്മലും അതേപോലെ കാതിലുണ്ട്. അമ്മേ, അടുക്കളയിൽ പണിയിലായിരുന്ന അവരുടെ അടുത്തേക്ക് ചെന്ന് നിന്നുകൊണ്ട് അവൾ വിളിച്ചു. മോൾ ഈ കമ്മല് മാറ്റാഞ്ഞ എന്താ? അവർ അവളെ നോക്കി സംശയത്തോട് ചോദിച്ചു. കിടക്കുമ്പോൾ മാറ്റാന്ന് കരുതിയമ്മേ, അവൾ ചിരിയോടെ പറഞ്ഞു. അവന് പാലൊന്നും ഇഷ്ടമല്ല, എങ്കിലും ചടങ്ങ് അതിൻ്റെ രീതിയിൽ തന്നെ നടത്തണമല്ലോ. അവൻ കുടിച്ചില്ലെങ്കിൽ മോള് കുടിച്ചേക്ക്. അതും പറഞ്ഞ് അവരൊരു ഗ്ലാസ് പാലെടുത്ത് അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തു. അവൾ തലയാട്ടിക്കൊണ്ട് അത് കൈകളിലേക്ക് വാങ്ങി. എൻ്റെ മോൾ എന്നും സന്തോഷമായിട്ടിരിക്കണം. നിനക്കൊരു കുറവും ഇവിടെ വരില്ല. എനിക്ക് നിൻ്റെ മനസ്സ് മനസ്സിലാകും, മാനസികാവസ്ഥയെ മനസ്സിലാകും. പക്ഷെ എല്ലാം നടക്കണമെന്നുള്ളത് വിധിയായിരുന്നു കാണും മോളെ. സാരമില്ലെന്ന് പറയാൻ അമ്മയ്ക്ക് പറ്റില്ല. പക്ഷേ മോൾ കരയരുത്. സന്തോഷത്തോടെ വേണം മോൾ ഈ വീട്ടിൽ ജീവിക്കാൻ. അവർ അവളുടെ താടിത്തുമ്പിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. സോറി അമ്മേ, എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു കരഞ്ഞുകൊണ്ട് ഈ വീട്ടിലേക്ക് കയറരുതെന്ന്. സന്തോഷത്തോടെ വേണം വലതുകാലെടുത്ത് വെക്കാനെന്ന്. പക്ഷെ എത്രയൊക്കെ ശ്രമിച്ചിട്ടും എനിക്കതിന് കഴിഞ്ഞില്ല. സോറി. ഞാൻ കാരണം അമ്മയും വിച്ചേട്ടനും വിഷമിച്ചു അല്ലേ? അവൾ അവരെ നോക്കി വിഷമത്തോടെ പറഞ്ഞു. അത് സാരമില്ല, അമ്മയ്ക്ക് മോളെ മനസ്സിലാകുമല്ലോ. അതും പറഞ്ഞുകൊണ്ട് അവർ അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു. എങ്കിൽ മോള് ചെല്ല്. അവർ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി. അവൾ മുറിയിലേക്ക് പോകാൻ തുടങ്ങി. പിന്നെ എന്തോ ആലോചിച്ചതുപോലെ തിരിഞ്ഞ് അവരുടെ മുഖത്തേക്ക് നോക്കി. എന്താ മോളെ? അവൾ നോക്കുന്നത് കണ്ടതും അവർ സംശയത്തോടെ അവളോട് ചോദിച്ചു. ഞാൻ എന്തേലും സഹായിക്കണോ അമ്മേ? അവൾ തിരിഞ്ഞു നിന്ന് സംശയത്തോടെ ചോദിച്ചു. അയ്യോ വേണ്ട മോളെ, മോള് പോയി കിടന്നുറങ്ങാൻ നോക്ക്. ഇവിടെ ജോലിയൊന്നുമില്ല. നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് പാല് കാച്ചിയായിരുന്നു ഞാനും കിടക്കാൻ പോവുക. പിന്നെ ഞാൻ എന്ത് വിചാരിക്കുമെന്ന് കരുതി രാവിലെ എഴുന്നേറ്റൊന്നും വരണ്ട. ഈ നേരത്തല്ലേ കിടക്കാൻ പോകുന്നത്? ഞാൻ രാവിലെ താമസിച്ചേ എഴുന്നേക്കുള്ളൂ. മോളും അപ്പോഴേക്ക് എഴുന്നേറ്റ് വന്നാൽ മതി. അവർ ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അത് കേട്ട് അവൾ തലയാട്ടി. അവൾ ആ പാലുമായി വീണ്ടും മുറിയിലേക്ക് കയറിപ്പോയി. അവൾ തിരികെ ചെന്നപ്പോഴേക്കും അവനെ മുറിയിലെങ്ങും കണ്ടില്ല. ഈ വിച്ചേട്ടൻ ഇതെവിടെ പോയി? അവൾ ആലോചിച്ചുകൊണ്ട് പാല് ടേബിളിന് മുകളിൽ വെച്ചതിന് ശേഷം പുറത്തേക്കിറങ്ങി. അപ്പോഴാണ് ബാൽക്കണിയിലുള്ള ഡോറ് തുറന്നു കിടക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അവൻ അവിടെ ഉണ്ടാകുമെന്നുള്ള സംശയത്തോടെ അവൾ അവിടേക്ക് നടന്നു. അവിടെ എന്തോ ആലോചിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു അവൻ. അത് കണ്ടതും അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു. പിന്നെ പുറകിൽ കൂടി അവനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവൻ്റെ പുറത്തേക്ക് ചാഞ്ഞു. അവളുടെ സാന്നിധ്യം അറിഞ്ഞതും അവനൊരു ചെറിയ പുഞ്ചിരിയോടെ അവളുടെ കയ്യിൽ പിടിച്ച് മുൻപിലേക്ക് നിർത്തി. പിന്നെ അവളുടെ ഇരുവശവും കൈകൾ കൊണ്ട് ലോക്ക് ചെയ്തു. അവൾ പുഞ്ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവനും അവളുടെ കണ്ണുകളിലേക്ക് തന്നെയാണ് നോക്കിയിരുന്നത്. എൻ്റെ പെണ്ണ് ഹാപ്പിയാണോ സാഡാണോ? അവൻ അവൻ്റെ വലത് കൈ അവളുടെ കവളിൽ ചേർത്തുകൊണ്ട് ചോദിച്ചു. എൻ്റെ മുഖം കണ്ടിട്ട് വിച്ചേട്ടൻ എന്താ തോന്നുന്നത്? അവൾ പുഞ്ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ചിരിക്കത്ര വോൾട്ടേജ് പോരാ, എങ്കിലും ഒരു 70% സന്തോഷവും ബാക്കി ശതമാനം സങ്കടവും ഉണ്ടെന്ന് തോന്നുന്നു. എന്താ ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി. വിച്ചേട്ടൻ എങ്ങനെയാ എൻ്റെ മുഖം മാറിയ ഉടനെ ഇങ്ങനെ കൃത്യമായിട്ട് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ശരിക്കും ആ കാര്യത്തിൽ ഞാൻ ഏട്ടനെ സമ്മതിച്ചു തരുക. എൻ്റെ മുഖം മാറിയ അതിൻ്റെ കാരണം വ്യക്തമായിട്ട് ഏട്ടനറിയാം. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എൻ്റെ നന്ദുവിനെ അല്ലാതെ ഞാൻ ആരെ അറിയാൻ ശ്രമിക്കേണ്ടത്? എൻ്റെ പാതിയും പെണ്ണും പ്രണയവും സുഹൃത്തും എല്ലാം നീ തന്നെയല്ലേ? നീ ഇല്ലാത്തൊരു ലോകം ഉണ്ടോടി എനിക്ക്? അവൻ അവളുടെ കവളയിൽ കൈവച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്ത് പറഞ്ഞു. അത് കേട്ടതും അവൾ പുഞ്ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. സോറി വിച്ചേട്ടാ. അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനെ നോക്കി. എന്തിന്? അത് കണ്ടതും അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. വിഷമിക്കാതെയും കരയാതെയും ഈ വീട്ടിലേക്ക് വലതുകാല് വെച്ച് കയറണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ അറിയാതെ സങ്കടം വന്നുപോയി. ഞാൻ കാരണം അമ്മയ്ക്കും വിച്ചേട്ടനും ഒരുപാട് വിഷമമായി അല്ലേ? സന്തോഷത്തോടെ അല്ലായിരുന്നോ ഞാൻ ഇങ്ങോട്ടേക്ക് കയറി വരേണ്ടത്? പക്ഷേ ഇത് ഞാൻ നിങ്ങളെ കൂടി വിഷമിപ്പിച്ചു അല്ലേ? അവൾ വിഷമത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവനൊന്ന് പുഞ്ചിരിച്ചു. അവൻ ചിരിക്കുന്നത് കണ്ടതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. നന്ദു, നിന്നെ ഞങ്ങൾക്കല്ലാതെ ആർക്കാ നന്ദു മനസ്സിലാകുന്നത്? നിനക്ക് കരയണമെന്ന് തോന്നുമ്പോൾ കരയാം, ചിരിക്കണമെന്ന് തോന്നുമ്പോൾ ചിരിക്കാം. നിനക്ക് എന്തിനുള്ള ഫ്രീഡം ഇവിടെയുണ്ട്. ഇവിടെ എനിക്കും അമ്മയ്ക്കും നിന്നെ എന്ത് ഇഷ്ടമാണെന്നറിയോ? നിന്റെ സന്തോഷവും സങ്കടവും എല്ലാം ഞങ്ങളുടേതും കൂടെയല്ലേ നന്ദു? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ ഉടനെ അവനെ മുറുക്കി കെട്ടിപ്പിടിച്ചു.
വിച്ചേട്ടന് ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നെങ്കിൽ, വാശിപ്പുറത്ത് ഈ വിവാഹമൊന്നും സമ്മതിക്കാതിരുന്നെങ്കിൽ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ നഷ്ടമായേനെ നിങ്ങൾ രണ്ടുപേരും. എന്നെ ഇതുപോലെ മനസ്സിലാക്കാൻ, എന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ഒരാൾ അത് ഏട്ടനല്ലാതെ മറ്റാരും ഉണ്ടാവില്ല. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് തലവെച്ചുകൊണ്ട് പറഞ്ഞു. അതിന് ഞാൻ എൻ്റെ നന്ദുവിനെ വിട്ടുകൊടുത്തിട്ട് വേണ്ടേ? നീ ഇല്ലാത്തൊരു ലോകം ഈ ജീവനുണ്ടോടി? എൻ്റെ ജീവനും ജീവൻ്റെ ജീവനും നീ തന്നെയല്ലേ? അവൻ അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവൻ്റെ നെഞ്ചിലേക്ക് തലവെച്ച് അവനെ മുറുക്കി കെട്ടിപ്പിടിച്ചതും അവനും അവളെ ചേർത്ത് പിടിച്ചിരുന്നു. കുറേ നേരം അവർ പരസ്പരം ഒന്നും മിണ്ടാതെ അങ്ങനെ തന്നെ നിന്നു. നന്ദു, അവൻ വിളിച്ചതും അവളൊന്ന് മൂളി. കിടക്കണ്ടേ നമുക്ക്? ഇങ്ങനെ നിന്നാ മതിയോ? അവൻ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് വാത്സല്യത്തോടെ അവളോട് ചോദിച്ചു. ഈ നെഞ്ചിൽ നിന്നും അകന്നു മാറാൻ എനിക്ക് തോന്നുന്നില്ല ഏട്ടാ. അവൾ കണ്ണുകൾ മാത്രം ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ടതും അവൻ ഒന്നുകൂടി അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു. ഇവിടെ നിന്നാ എൻ്റെ നന്ദുവിന് പനി പിടിക്കില്ലേ? നല്ല മഞ്ഞുണ്ട്, വാ നമുക്ക് അകത്തേക്ക് പോയി കിടക്കാം. അവൻ പറഞ്ഞതും അവൾ തലയാട്ടി. അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് പോകാൻ തുടങ്ങിയതും പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി. എന്താ നന്ദു? അവൾ അങ്ങനെ ചെയ്തതും അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. ഞാനൊരു കാര്യം ചോദിച്ചാൽ എന്നോട് സത്യം പറയോ? അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു. അത് കേട്ടതും അവൻ എന്താ എന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കി നെറ്റിച്ചുളിച്ചു. എന്താ ഇവിടെ വന്നതെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നത്? അവൾ സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു. ഏയ്, ഒന്നും ആലോചിച്ചില്ലല്ലോ നന്ദു. അവൻ തിരികെ അവളെ നോക്കി മറുപടി പറഞ്ഞു. വിച്ചേട്ടൻ എന്ന് മുതലാ എന്നോട് കള്ളം പറയാൻ തുടങ്ങിയത്? ഏട്ടൻ എന്നോട് പറഞ്ഞില്ലേ എൻ്റെ മുഖം ഒന്ന് മാറിയാൽ ഏട്ടന് മനസ്സിലാകുമെന്ന്? അത് ഏട്ടന് മാത്രമാണ് അങ്ങനെയെന്നാണോ കരുതിയിരിക്കുന്നത്? ഏട്ടൻ്റെ മുഖം മാറിയാൽ എനിക്കും മനസ്സിലാക്കാൻ പറ്റും. ഏട്ടൻ ഇവിടെ വന്നതെന്ന് എന്തോ കാര്യമായിട്ട് ആലോചിക്കുകയായിരുന്നു എന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറഞ്ഞാൽ മതി. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അത് നന്ദു, അവൻ പറയണോ വേണ്ടായോ എന്ന് അവളെ നോക്കി മടിച്ചു. എന്താണേലും പറ വിച്ചേട്ടാ, എന്തിനും ഏട്ടൻ്റെ കൂടെ ഞാനില്ലേ? അവൾ അവനെ നോക്കി പറഞ്ഞു. അത് പിന്നെ നന്ദു, അമ്മ ഒന്നും അറിഞ്ഞിട്ടില്ല. നന്ദു അമ്മയോട് പറയരുത്. ഒരു സംഭവം ഉണ്ടായി. അവൻ കാര്യമായിട്ട് അവളോട് പറഞ്ഞതും അവൾ എന്താ എന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താ ഏട്ടാ, എന്താ കാര്യം? ഏട്ടൻ എന്തോ ഭയക്കുന്നുണ്ടല്ലോ. അമ്മയോട് പറയേണ്ടതെന്ന് പറയണമെങ്കിൽ എന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. അമ്മ അറിയണ്ടാത്ത എന്ത് കാര്യമായിട്ടാ? അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അത് പിന്നെ നന്ദു, ജയ് അവൻ അവൻ ജയിലിൽ ചാടി. അവൻ പറയുന്നത് കേട്ടതും നന്ദു ഒന്ന് ഞെട്ടി. എന്താ വിച്ചേട്ടൻ എന്താ പറഞ്ഞേ? എൻ്റെ ചേച്ചിയെ കൊന്ന ആ ദുഷ്ടൻ അവൻ ജയിലിൽ ചാടിയെന്നോ? അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. മുഖത്ത് ദേഷ്യമായിരുന്നു, പകപ്പായിരുന്നു. അതേ നന്ദു, കുറച്ചു മുൻപേ എനിക്കറിയാവുന്നൊരു പോലീസുകാരൻ വിളിച്ചിരുന്നു. അയാളാണ് കാര്യം പറഞ്ഞത്. അത് കേട്ടതും അവളുടെ മുഖം ചുവന്നു. അവിടെ ദേഷ്യം നിറഞ്ഞു. നന്ദു, അവളുടെ മുഖം കണ്ടതും അവൻ സംശയത്തോടെ അവളെ വിളിച്ചു. അവൻ എൻ്റെ മുമ്പിൽ വന്നാ ഞാൻ അവനെ കൊല്ലും വിച്ചേട്ടാ. അവൾ വല്ലാത്ത ഭാവത്തോടെ അവനെ നോക്കാതെ പറഞ്ഞതും അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. അവളത് വെറുതെ പറയുന്നത് പോലെ അവന് തോന്നിയില്ല. അവളുടെ ഉള്ളിൽ അവനോട് അത്രമാത്രം ദേഷ്യമുള്ളതുപോലെ ജീവന് തോന്നി. എന്തിനാ നന്ദു നല്ലൊരു ദിവസമായിട്ട് അവൻ്റെ പേര് പറഞ്ഞ് അത് ഇല്ലാതെയാക്കുന്നത്? വന്നേ, നമുക്ക് കിടക്കാം. അവൻ അവളുടെ തോളിൽ കൂടി കൈയിട്ടുകൊണ്ട് പറഞ്ഞതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൾ നോക്കുന്നത് കണ്ടതും അവൻ സംശയത്തോടെ അവളെ നോക്കി. അവൻ ഇങ്ങോട്ട് വരുമോ? അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു. അറിയില്ല നന്ദു, ഇറങ്ങിയെന്ന് മാത്രം അറിഞ്ഞത്. ഇവിടേക്ക് വരുമോ എന്ന് അറിയില്ല. അവൻ അവളെ നോക്കി പറഞ്ഞു. ഇങ്ങോട്ട് വന്ന അമ്മയും വിച്ചേട്ടനും അയാൾ ഇവിടെ കയറ്റുമോ? അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൻ സംശയത്തോടെ അവളെ നോക്കി. താനും അമ്മയും ഇപ്പോഴും അയാൾക്ക് വേണ്ടി കരുതുന്നുണ്ടോ എന്നൊരു സംശയം അവളുടെ ഉള്ളിലുള്ളതുപോലെ അവന് തോന്നി. എൻ്റെ ചേച്ചി മരിച്ചു പോയെങ്കിലും അയാൾ ഇവിടുത്തെയല്ലേ? അമ്മയുടെ മകനല്ലേ? ഇവിടേക്ക് വരാതെ അയാൾ എവിടേക്ക് പോകും? എത്രയാണെന്ന് പറഞ്ഞാലും വിച്ചേട്ടൻ്റെ അമ്മയുടെ വയറ്റിൽ നിന്നല്ലേ അയാളും ജനിച്ചത്. അപ്പോൾ അമ്മയ്ക്ക് അയാളോട് ക്ഷമിക്കാതിരിക്കാൻ കഴിയുമോ വിച്ചേട്ടാ? അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അങ്ങനെ എന്തേലും ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ അവന് വേണ്ടി വക്കീലിനെ വെക്കില്ലായിരുന്നോ? ഞാനും അമ്മയും നിൻ്റെ ചേച്ചിയുടെ സൈഡിലായതുകൊണ്ടല്ലേ അതിനുവേണ്ടി ഒന്നും ഞങ്ങൾ നോക്കാഞ്ഞത്. ആ സ്ഥിതിക്ക് അവൻ വന്ന അമ്മ ഇവിടെ കയറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവൻ സംശയത്തോടെ തിരികെ ചോദിച്ചു. അറിയില്ല. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ മറുപടി പറഞ്ഞു. അപ്പോഴും അവൾക്ക് ആ കാര്യത്തിൽ ഒട്ടും ഉറപ്പില്ലായിരുന്നു. തൽക്കാലം നീ അത് വിട്ടേക്ക് നന്ദു. ഇന്ന് മുഴുവൻ എന്തോരം യാത്ര ചെയ്തതും മറ്റുമാണ്. ക്ഷീണം കാണും, വന്ന് കിടന്നുറങ്ങാൻ നോക്ക്. അവൻ പറഞ്ഞതും അവൾ ഒന്നും മിണ്ടിയില്ല. അവൻ അവളുടെ കൈയും പിടിച്ച് മുറിയിലേക്ക് നടന്നു. കിടക്ക്. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ കട്ടിലിലേക്ക് കിടന്നു. അവനും ലൈറ്റ് ഓഫാക്കിയതിനു ശേഷം അവളുടെ അടുത്തേക്ക് ചെന്ന് കിടന്നതും അവൾ അവൻ്റെ സൈഡിലേക്ക് തിരിഞ്ഞു. പിന്നെ അവൻ്റെ നെഞ്ചിലേക്ക് തല വെച്ചുകൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ചു. അവനും ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ച് അവളുടെ നെറ്റിയിലൊന്ന് ചുണ്ടുകൾ ചേർത്തു.
ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആണ് നന്ദു. അവൻ ആ ചെറിയ വെളിച്ചത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. സാരമില്ല, എൻ്റെ നന്ദു കിടന്നോ. ഇന്ന് എൻ്റെ നന്ദുവിൻ്റെ മൈൻഡ് ഒട്ടും ശരിയല്ല. എന്നേക്കാൾ വലുതായിട്ട് അത് ആർക്കാ മനസ്സിലാക്കാൻ പറ്റുക. അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ അവന് വേണ്ടി ഒരു വാടിയ പുഞ്ചിരി നൽകിയിരുന്നു. അവൻ തൻ്റെ പെണ്ണിനെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് മയക്കത്തിലേക്ക് വീണു. എന്നാൽ അവൾ അപ്പോഴും ഒരുപോലെ കണ്ണടയ്ക്കാതെ എന്തൊക്കെയോ ആലോചനയിലായിരുന്നു. ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. അവൾ പതിയെ തല ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ നല്ല ഉറക്കമാണ്. അത് മനസ്സിലായതും അവൾ പതിയെ അവനെ ഉണർത്താതെ എഴുന്നേറ്റു. അവളുടെ സാന്നിധ്യം തന്നിൽ നിന്ന് അകന്നതും അവനൊന്ന് കണ്ണുകൾ ചിമ്മി. അവൻ കണ്ണു തുറന്ന് നോക്കുമെന്നായിരുന്നു അവൾ കരുതിയിരുന്നത്. എന്നാൽ ക്ഷീണം കൊണ്ടോ എന്തോ അവൻ നല്ല ഉറക്കത്തിൽ തന്നെയായിരുന്നു. അവൾ പതിയെ അവിടെ നിന്ന് എഴുന്നേറ്റു. പിന്നെ പതിയെ ഹാളിലേക്ക് നടന്നു. അവിടെ അനുവിൻ്റെ ഫോട്ടോയുടെ മുന്നിലേക്ക് അവൾ ചെന്ന് നിന്നു. ആ ഫോട്ടോയിൽ അനു തന്നെ നോക്കി പുഞ്ചിരിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. നന്ദുവും അവളെ നോക്കി ഒരു വാടി പുഞ്ചിരി നൽകി. ചേച്ചി, അവൾ ആ ഫോട്ടോയിലേക്ക് നോക്കി വിളിച്ചു. ചേച്ചി എന്നെ കാണുന്നുണ്ടോ? ചേച്ചി ഇവിടെ ഉണ്ടോ? ഉണ്ടെന്നാ ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കാനാ ചേച്ചി എനിക്കിഷ്ടം. ചേച്ചി എന്നെ വിട്ടുപോയെന്ന് ചേച്ചിയുടെ നന്ദുവിന് ഒരിക്കലും അങ്ങനെ കരുതാൻ പറ്റില്ല. ഇവിടെ എന്നെ തൊട്ടടുത്ത് ചേച്ചി ഉണ്ടെന്ന് കരുതാനാ ഞാൻ ആഗ്രഹിക്കുന്നത്. ചേച്ചി അറിഞ്ഞോ, അയാൾ എൻ്റെ ചേച്ചിയെ ഇല്ലാതാക്കിയ എൻ്റെ ചേച്ചി ഒരുപാട് സ്നേഹിച്ചിരുന്ന ആ ദുഷ്ടൻ അവൻ ഇറങ്ങിയത്രേ. ചേച്ചി അറിഞ്ഞോ അത്? അവൻ ഇവിടേക്ക് വരുമോ ചേച്ചി? അങ്ങനെ വന്നാൽ ഞാനവനെ കൊല്ലണ്ടേ ചേച്ചി? വേണം, കൊല്ലണം. എൻ്റെ ജീവനായ ചേച്ചിയെ ഇല്ലാതാക്കി അവനെ കൊല്ലണം. കൊല്ലും ഞാൻ. അവൾ അനുവിൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി നിശ്ചയത്തോടെ തന്നെ പറഞ്ഞിരുന്നു.